മൈൻക്രാഫ്റ്റിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡായിട്ട് വന്നേക്കാണ്. സോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ വീഡിയോ പണിതു ഇതാക്കി. സോ ഈ എപ്പിസോഡിൽ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈനിങ് തുടങ്ങണം. സോ അതിനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് നമുക്ക് വേണം. പിന്നെ നമ്മുടെ ഈ ഇവിടെ താഴെയുള്ള ഗ്രാസ് മാറ്റി നമുക്ക് വേറെ എന്തെങ്കിലും ഇടണം, അതും ആക്കണം. സോ നമുക്ക് ആദ്യം നമുക്കൊരു സ്റ്റോണിൻ്റെ പിക്കാക്സ് വേണം. ഇതിപ്പോൾ താൽക്കാലികമായി നമ്മുടെ കയ്യിലില്ല, നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധനം സ്റ്റോൺ നമ്മുടെ കയ്യിലില്ല. സോ നമുക്ക് സ്റ്റോൺ ഇല്ല, നമുക്ക് മൈൻ ചെയ്യേണ്ടി വരും. ഒരു സ്റ്റോണിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. സോ നമുക്ക് തൽക്കാലം നമ്മുടെ ഈ പിക്കാക്സ് എടുത്തിട്ട് നമുക്ക് പോയിട്ടൊന്ന് ബിൽഡ് ചെയ്തിട്ട് വരാം. ഒരു സ്റ്റോൺ എടുത്തിട്ട് വരാം, ഒറ്റക്കൊരു സ്റ്റോൺ മതി. സോ ഇവിടെ എവിടെ നമ്മുടെ മൈനിങ് പ്ലേസ് എവിടെയായിരുന്നു? ഇവിടെ കഴിച്ചിട്ട് ഇതാണ് നമ്മുടെ മൈനിങ് പ്ലേസ്. അന്ന് ഞാൻ ഇത്രയും കുഴിച്ച് വെച്ചായിരുന്നു. അപ്പോൾ കഴിച്ച് നമുക്ക് ഇവിടെ തൽക്കാലം ഇവിടെ ഒരു എന്താ പറയുക, ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് വയ്ക്കാം. അതാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ബിൽഡ് ചെയ്യാമല്ലോ. സോ ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഒരെണ്ണം ബിൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഇവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മൈൻ ചെയ്തുകൊണ്ട് പോവാം. നമുക്ക് നമ്മുടെ സ്റ്റോൺ താഴെ നമുക്ക് ഫ്ലോറായിട്ട് ഇടാം. ഓക്കെ ഗൈസ്, നമുക്ക് പോയി 2 ടോർച്ച് ഉണ്ടാക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ കോളുണ്ട്, നമുക്ക് അതൊന്ന് കളക്ട് ചെയ്യാം. ഇതൊന്ന് കളക്ട് ചെയ്തെടുത്തേക്കാം. ഗൈസ്, കളക്ട് ചെയ്യുന്നവർ വീണ്ടും കോള് കൂടി വരാണ്. ഓക്കെ ഗൈസ്, പിന്നെ ഇത് ഇവിടെ പറഞ്ഞുകൊണ്ടുണ്ട്. ഗൈസ്, പിന്നെ നമ്മുടെ ചാനലിൽ നമുക്ക് കുറേ ഷോർട്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഗൈസ്, ഈവനിങ് ആവാറായി. ഈവനിങ് ആയി, ഇനി നാളെ ചെയ്യാൻ ബാക്കി പണി. സോ ഇപ്പോൾ ഈവനിങ് ആയി, ഞാൻ മോർണിംഗ് ആകുമ്പോൾ വരാം. ഗൈസ്, അപ്പോൾ മോർണിംഗ് ആയിട്ടുണ്ട്. സോ ഒരു സ്പൈഡർ ഉണ്ട്, നമുക്ക് അതിനെ കൂടി കൊള്ളാം. സോ ഗൈസ്, നമുക്ക് ഇതിനെ കൂടി എങ്ങനെയായിട്ടൊന്ന് കൊല്ലണം. ഓക്കെ ഗൈസ്, അത് എത്തും. സോ നമുക്കെന്ന് വെച്ചാൽ രാത്രി കുറേ നേരം പിടിക്കും, ഒന്ന് മോർണിംഗ് ആവാൻ. സോ നമുക്കൊരു ബെഡ് ഉണ്ടാക്കണം. സോ അതിന് കുറച്ച് മൈനിങ് ചെയ്തിട്ട് ബെഡ് കിടക്കാം. സോ നമുക്ക് അവിടെ ഒരു ഷീപ്പിനെ കാണുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു ഫുഡ് എടുത്തതിന് പിന്നെ 2 കൂടി വേണം. സോ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇതിനെ തല്ലിയൊന്ന് നോക്കാം. കിട്ടിയിട്ട് എത്ര കിട്ടിയെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, ബൈ. സോ ഇനി ഗൈസ്, ഞാൻ ബായ് എന്ന് പറയാൻ കാരണം ഒരു ഫുഡ് ഒരെണ്ണത്തിന് കിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ലായിരുന്നു. സോ ഒരെണ്ണം കിട്ടിയുള്ളൂ. അപ്പം നമുക്ക് ഗൈസ്, ബെഡ് സെറ്റായി. 3 അടി ഒരടി കൂടി വരുന്നുണ്ട്. ഇങ്ങനെ പോകണം. ഓക്കെ ഗൈസ്, അതിനെയും കൊന്നു. ശരി, ഒരെണ്ണം കൂടി ഉണ്ട്, അതിനെയും കൂടി കൊല്ലാം ഗൈസ്. അങ്ങനെ നമുക്ക് ബെഡ് സെറ്റാവും. ഓക്കെ, നമുക്ക് ബെഡിന് എന്തൊക്കെ വേണമെന്ന് നോക്കിയിട്ട് വരാം. സോ 3 വേണമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ എന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം. ബാറ്ററി അടിച്ചോട്ടെ ഗൈസ്. സോ ബാറ്ററിയും ഉണ്ട്, ബെഡ്. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബെഡ് കിട്ടി. സോ അങ്ങനെ ഇനി നമുക്ക് പെട്ടെന്ന് നൈറ്റൊക്കെ മോർണിംഗ് ആക്കാം ഗൈസ്. ബെഡ് ഈസ് ടു. സോ അതിന് നമുക്ക് പോയി മൈനിങ് ചെയ്യാം. ഒരു ബെഡ് സെറ്റാക്കി നമുക്ക് ഇതല്ലല്ലോ കുഴി.
ഇതാണ് ഗൈസ് കുഴി. സോ മൈനിങ് തുടങ്ങാം. നമ്മൾ ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഗൈസ് നമുക്കിവിടെ കുറച്ച് കോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടെ നിറച്ച് കോളുണ്ട്. ഗൈസ് അതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ അയൺ ഒരു സ്ഥലം കണ്ടതുണ്ടാവും. സോ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. സോ ഒരു കുഴിയില്ലേ, നമ്മൾ കണ്ട ഒരു കുഴി ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ അയൺ എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. കുഴിയാണ്. സോ നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം. അവിടെ അയൺ ഉണ്ട്. നമ്മൾ ഒരു 2-3 പീസ് അയൺ കണ്ടിട്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ നമുക്ക് പിന്നെ വന്നെടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. സോ നമ്മൾ അവിടേക്ക് പോകണം. വൈറ്റ് ഷീപ്പ് കൂടെ ഇപ്പോൾ ഉണ്ട്. ഞാൻ കണ്ടത് ശരിയാണോ അറിയില്ല. ഓക്കെ, ഞാൻ നോക്കാം ഗൈസ്. ഈ സൈഡിലാണോ കണ്ടത്? ആണല്ലോ ഗൈസ്. അവിടെ കോള് കാണുന്നത്. പക്ഷെ അയൺ ആ സൈഡിൽ നിന്ന് കണ്ടു നോക്കാം. അവിടെയാണ് നമ്മളൊന്ന് കണ്ടിട്ട് ലാവ പൂള് കണ്ട ഓർമ്മ ആ സ്ഥലത്ത്. ഓ ഗൈസ്, ഇവിടെ അയണില്ല. നമ്മൾ അന്ന് കണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത് കാണുന്നില്ല. ഒക്കെ ഇട്ടുവരെയും. സോ ഗൈസ് നമുക്ക് മൈൻഡ് ചെയ്യാൻ പോവാം. കോള് നിറച്ചുണ്ട്. കോള് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കോളിന് ആവശ്യമില്ല. സോ നമുക്ക് മൈൻഡ് ചെയ്യാൻ പോട്ടെ. ഗൈസ് അപ്പോൾ നമ്മൾ മൈനിങ് സ്പേസിലെത്തിയിട്ടുണ്ട്. അവിടെ നിറച്ചും കോളുണ്ട്. നമുക്ക് ആ കോളൊക്കെ ഒന്ന് കളക്ട് ചെയ്യാം. 2 പക്ഷെ ഇവിടെ കോള് കുറേ ഉണ്ട്. കോള് നമുക്ക് നിറച്ചുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ആവശ്യമുള്ള സ്ഥലം ഇരിക്കുന്നു കുറേ. അയണാണ് എനിക്ക് വേണ്ട. ഇനി അയൺ പക്ഷെ ഒരൊറ്റ അയൺ മൂലം നമ്മളെ കണ്ണിൽ പെടില്ല. എല്ലാം കോളാണ്. മൈൻഡ് ചെയ്യാം. ഇവിടെ ഒന്നുമില്ല. ഇനി മേളിൽ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ ഗൈസ്, പ്രത്യേകിച്ചൊന്നും ഇതെങ്ങനെയുണ്ട് ഗൈസ് ഡിസൈൻ? പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇവിടെ. എന്നാൽ നമുക്ക് കുറച്ചും കൂടി കുടിച്ചു പോയിക്കാം. അയ്യ ഗൈസ്, നമ്മൾ ഗ്രാനൈറ്റിൻ്റെ അവിടെ എത്തി. ഇനി സൈഡിലോട്ട് പോവാം. ഗൈസ് നമുക്ക് ഇവിടെ തന്നെ കുളിച്ചാൽ പോരാ. നമുക്ക് കുറച്ച് താഴോട്ട് പോവാം. ബെഡ്റൂം ഇതോടെ അങ്ങനെ മേളിൽ കിടക്കും. നമുക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടാകും. ഓ ഗൈസ്, ആക്സ് ഒടിഞ്ഞു പോയി. നമുക്കേ ആക്സ് ഉണ്ടാക്കിയിട്ട് വരാം. ഇത് സ്റ്റെപ്പ് അടിപൊളിയായുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ആക്സും കൂടി ഉണ്ടാക്കിയിട്ട് നിർത്താം. കാര്യം ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല ലോങ് ആയിട്ടുണ്ട്. സോ ഇപ്പോൾ ഇന്ന് ഇത്രയും മതി. നൈറ്റായോ ഇല്ല ഗൈസ്. സോ ഇപ്പോൾ ഇന്ന് ഇത്രയും മതി. ഇതോ ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ പുതിയ ഫാം തുടങ്ങും. പിന്നെന്താ, മൈനിങ് ചെയ്ത് വീണ്ടും കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കും. പിന്നെ നമ്മളൊരു ബോട്ട് ഉണ്ടാക്കും. ഫാം തുടങ്ങും. പിന്നെ നമുക്ക് കുറച്ച് പെറ്റ്സിനെയൊക്കെ മേടിച്ച് ഇതാക്കണം. പിന്നെ അയൺ കണ്ടുപിടിക്കണം. അത് അയൺ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. കാണുന്നവരൊക്കെ മിനിമം സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത്. സോ അപ്പോൾ പുതിയ വീഡിയോ ഞാൻ വരുന്നവരെ ബൈ. സപ്പോർട്ട് ചെയ്യണേ. മറക്കല്ല.